നെയ്യാർഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട് നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാറി അഗസ്ത്യ ഗിരിശൃംഗത്തിന്റെ താഴ്വരയിൽ നെയ്യൊഴുകിയ പുണ്യതീർത്ഥത്തിന്റെ കരയിൽ പറക്കും സ്വാമി എന്ന് ലോകം വാഴ്ത്തിയ സ്വാമി വിഷ്ണുദേവാനന്ദജിയുടെ പാദസ്പർശത്താൽ ധന്യമായി തീർന്ന ശിവാനന്ദ ആശ്രമത്തിന്റെ അരികിലായി 2004 മാർച്ച് 17-ാം തീയതി സ്വാമി മഹാദേവാനന്ദജിയുടെ നിർദ്ദേശപ്രകാരം 10ഓളം ഡ്രൈവർമാർ ചേർന്ന് ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. അന്നത്തെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന താഴവിളാകം ശശി ഭദ്രദീപം തെളിച്ച് ആരംഭിച്ച നെയ്യാർഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു മനസ്സോടെ ഒരു ലക്ഷ്യത്തിനായി ഇന്നും മുന്നോട്ടു പോകുന്നു. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നാണ് പ്രമാണമെങ്കിലും ലക്ഷ്യവും മാർഗവും ഒന്നാക്കി കണ്ട് ഈ ചെറുപ്പക്കാർ തങ്ങളുടെ കർമ്മപഥത്തിൽ പ്രവർത്തിച്ചത്. ടാക്സി റിക്ഷ ഡ്രൈവർമാർ തങ്ങളുടെ വേതനത്തിൽ നിന്ന് 5% മാറ്റിവെച്ച് സാധാരണക്കാരെയും അവശത അനുഭവിക്കുന്നവരെയും സഹായിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഘടനയായി മാറി നെയ്യാർഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ. 2 ദശാബ്ദക്കാലം പിന്നിടുമ്പോൾ നിസ്വാർത്ഥ സേവനത്തിന്റെ നിശബ്ദമായ നിമിഷങ്ങൾ ഏറെയുണ്ട്. പ്രളയം കവർന്നെടുത്ത തീരപ്രദേശങ്ങളിൽ ദുരിതം പേറുന്ന നിരാലംബർക്ക് അന്നവസ്ത്രാദികളുമായി ഇറങ്ങിത്തിരിച്ചതു മുതൽ ഇങ്ങോട്ട് ഇവർക്കാർക്കും തന്നെ ജാതിയും മതവും രാഷ്ട്രീയവുമില്ല. ഇവരെ സ്വാധീനിക്കുന്നതും സ്പർശിക്കുന്നതും അവരെന്റെ കണ്ണീരും തേങ്ങലും മാത്രം. കാക്കിയിട്ട് മുച്ചക്രം ഉരുട്ടുന്നവനും വെള്ളയിട്ട് ടാക്സി ഓട്ടിക്കുന്നവനും അവനവന്റെ അന്നത്തെ വരുമാനത്തിൽ നിന്ന് 5% മാറ്റി ബാങ്കിൽ നിക്ഷേപിക്കുകയും ഈ തുകയിൽ നിന്നാണ് സൗജന്യ ആംബുലൻസ് സർവീസ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. വിദ്യാഭ്യാസ ധനസഹായം, വിവാഹ ധനസഹായം, ആശുപത്രി സഹായം, ഭക്ഷ്യധാന്യ വിതരണം, ചികിത്സാ സഹായങ്ങൾ, പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങി നിരവധിയായ സേവന പ്രവർത്തനങ്ങളാണ് നെയ്യാർഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ ചെയ്തു വരുന്നത്. നെയ്യാർഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആംബുലൻസ് സർവീസ് ആയിരക്കണക്കിന് രോഗികളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നിരന്തരം ഓടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 100 കണക്കിന് മൃതദേഹങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ തികച്ചും സൗജന്യമായി എത്തിക്കുവാനും പ്രവർത്തിച്ചിട്ടുണ്ട്. സേവന പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ് സാമൂഹികവും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങൾക്കും ഇവർ പ്രാധാന്യം നൽകുന്നുണ്ട്. സാമൂഹിക വിരുദ്ധരുടെ ശല്യങ്ങൾ തടയുന്നതിന് CCTV ക്യാമറ സ്ഥാപിച്ചു. ഈ കാലയളവിൽ നെയ്യാർഡാം ഇറിഗേഷൻ വകുപ്പ് വിട്ടുനൽകിയ ഭൂമിയിലാണ് ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ ഇന്ന് പ്രവർത്തിക്കുന്നത്. ശിവാനന്ദ ആശ്രമം എന്ന മഹത് പ്രസ്ഥാനത്തിന്റെ പിൻബലമാണ് അസോസിയേഷന്റെ കരുത്ത്. സേവനത്തിന്റെ പാതയിൽ രാപ്പകൽ അക്ഷീണം പ്രവർത്തിക്കുന്ന ഈ മനുഷ്യരുടെ സതുദ്ദേശ മനോഭാവം മനസ്സിലാക്കിയ CNN, IBN പോലുള്ള അന്തർദേശീയ ചാനലുകൾ ഇവരെ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തി. ശേഷം നിരവധി പത്രദൃശ്യ മാധ്യമങ്ങളിലും ഇവർ ഇടം പിടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2025 മലയാള വാർത്താ മാധ്യമമായ റിപ്പോർട്ടർ ചാനലിലും അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ സ്റ്റോറി ചെയ്തു. തൊഴിലാളികൾ സൗജന്യ ആംബുലൻസ് സർവീസ് മുതൽ പഠന സഹായം വരെ എന്താവശ്യത്തിനും ഇവർ കൂടെയുണ്ടാകും. അധ്വാനത്തിലെ ഒരു പങ്ക് മാറ്റിവെച്ച് 2 പതിറ്റാണ്ടായി തുടരുന്ന ശീലമാണിത്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി? നെയ്യാറിന്റെ ഓളങ്ങളിൽ വയലാർ എഴുതിയ വരികൾക്ക് ജീവൻ പകരുന്നു ഒരു കൂട്ടം തൊഴിലാളികൾ. സഹായം ആവശ്യമായി വന്നാൽ നെയ്യാർഡാം ഓട്ടോ ടാക്സി സ്റ്റാൻഡിലേക്ക് ധൈര്യമായി വിളിക്കാം. കാരുണ്യ വഴിയിൽ ഇവർ ഉണർന്നിരിപ്പുണ്ട്. 85 47 273 888 എന്ന നമ്പറിൽ വിളിച്ചാൽ ഏത് രാത്രിയും ഞങ്ങൾക്ക് ആംബുലൻസ് സർവീസ്, അത് പാവങ്ങളാണെങ്കിൽ ഞങ്ങൾ ഒരു പൈസ പോലും വാങ്ങാതെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. കല്യാണ മുതിരം വരെ പണയം വെച്ച് വണ്ടി പണി ചെയ്തിട്ടുണ്ട്. ഒരു അപകടം നടന്നാൽ, അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ ഒരാളിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ വന്നാൽ ഞങ്ങളെ അറിയിച്ചാൽ കൃത്യമായി ഞങ്ങൾ അവിടെ എത്തും. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ അധ്വാനത്തിന്റെ ഒരു പങ്ക് മാറ്റിവെക്കും. 21 വർഷമായി തുടരുന്ന ശീലമാണ്. 2005 മാർച്ച് 15-ാം തീയതി ആംബുലൻസ് സർവീസ് തുടങ്ങിയതാണ്.
കാരണം കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഒരു ദിവസം പോലും നമ്മളിത് നിർത്താതെ സേവനം നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. 25 അംഗങ്ങളുള്ള നെയ്യാർഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷന്റെ രാഷ്ട്രീയം ജീവകാരുണ്യമാണ്. നെയ്യാർഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരേ വേദിയിൽ ശശി തരൂർ സാറും സമ്പത്ത് സാറും ഒക്കെ ഒരേ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഏത് സമയത്തും ഞങ്ങളൊരാവശ്യം പറഞ്ഞാൽ അത് പോലീസ് ആയിക്കോട്ടെ, പഞ്ചായത്ത് ആയിക്കോട്ടെ, ഇറിഗേഷൻ ആയിക്കോട്ടെ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അവരെല്ലാം ഞങ്ങളുടെ ഒരു സഹായവുമായി ഞങ്ങളോടൊപ്പം ഉണ്ട്. നെയ്യാർ ഡാമിലെ മാതൃകാ തൊഴിലാളികൾ ദേശീയ മാധ്യമത്തിൽ വരെ വാർത്തയായി. നാടിന്റെ നിറകൺചിരികളിൽ ഒപ്പമുണ്ടാകണമെന്നതാണ് ഇവരുടെ ആഗ്രഹം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. 2004 മുതൽ ഇതുവരെയും നെയ്യാർ ഡാം ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി സജീവ പങ്കാളികളാണ് നെയ്യാർ ഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷൻ. ഓരോ വർഷവും നടക്കുന്ന അസോസിയേഷന്റെ വാർഷികത്തിന് മന്ത്രിമാരും എംപിമാരും MLA-മാരും മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖരും സാംസ്കാരിക നായകന്മാരും സിനിമാ സീരിയൽ താരങ്ങളും റിയാലിറ്റി ഷോ താരങ്ങളുമൊക്കെ പങ്കെടുക്കുകയും ആ പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ച് നാനാ തുറകളിലുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കുകയും ചെയ്യുന്നു. നെയ്യാർ ഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷന്റെ ഇതുവരെ നടന്ന വാർഷിക പരിപാടികളെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും ഒരുപടി മുന്നിൽ തന്നെയാണ് ഇത്തവണയും ആഘോഷിക്കുന്നത്. നെയ്യാർ ഡാം ഓണം വാരാഘോഷത്തോടനുബന്ധിച്ചൊരുക്കിയ ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ നെയ്യാർ ഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷന്റെ 21ാം വാർഷികത്തിന് പങ്കെടുക്കാനെത്തിയ മുഴുവൻ അതിഥികൾക്കും ആസ്വാദകർക്കും നെയ്യാർ ഡാം ടാക്സി റിക്ഷ വെൽഫെയർ അസോസിയേഷന്റെ വാർഷിക പരിപാടിയിലേക്ക് സ്വാഗതം, സുസ്വാഗതം.